പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് UAE-യിൽ ഇന്ധനവില വർദ്ധിച്ചതിന് പിന്നാലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. ദുബായ് മെട്രോയിലും ബസ്സിലും യാത്രക്കാരുടെ വലിയ തിരക്കാണ് പ്രകടമാകുന്നത്. തിരക്ക് കൂടിയ സാഹചര്യത്തിൽ യാത്രക്കാർക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും RTA പുറത്തിറക്കി. ഇന്ധനവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ പലരും സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണ്. ചെലവ് ചുരുക്കാൻ മെട്രോ ബസ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതാണ് ഉചിതമെന്ന് ഇവർ പറയുന്നു. മെട്രോയിൽ ഒരു വശത്തേക്ക് വെറും 5 ദിർഹത്തിന് യാത്ര ചെയ്യാം. നിരവധി മേഖലകളിലേക്ക് മെട്രോ ലിങ്ക് ബസ് സർവീസുകളും ലഭ്യമാണ്. ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാമെന്നതും മെട്രോയെ പ്രിയപ്പെട്ട യാത്രാമാർഗമാക്കി മാറ്റുന്നു. സാലിക്കും ഉയർന്ന ഇന്ധനവിലയും നൽകി ട്രാഫിക്കിൽ കാറിൽ സഞ്ചരിക്കുന്നതിലും നല്ലത് പൊതുഗതാഗത സംവിധാനമാണെന്നാണ് താമസക്കാരുടെ വിലയിരുത്തൽ. കൂടുതൽ ആളുകൾ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ദുബായ് മെട്രോയിലും ബസ്സിലും തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും RTA പുറത്തിറക്കി. മെട്രോയിലും ബസ്സിലും കയറാൻ തിരക്ക് കൂട്ടുന്നതിന് മുമ്പ് ഇറങ്ങാനുള്ള ആളുകൾക്ക് വഴി നൽകണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. മറ്റുള്ളവരെ തള്ളാനോ ശല്യം ചെയ്യാനോ പാടില്ല. ഗർഭിണികൾക്കും പ്രായമായവർക്കുമുള്ള മുൻഗണനാ സീറ്റുകൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഈ മാസം 1 മുതലാണ് UAE-യിൽ ഇന്ധനവിലയിൽ വർധനവുണ്ടായത്. പെട്രോൾ ലിറ്ററിന് 80 ഫിൽസും ഡീസലിന് 1 ദിർഹം 97 ഫിൽസുമാണ് വർദ്ധിപ്പിച്ചത്. റിപ്പോർട്ടർ, ദുബായ്.